അസ്സലാമു അലൈക്കും മോൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഗ്രേവിയോട് കൂടി ഒത്തിരി കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നമുക്ക് ഏത് മാങ്ങ വെച്ചിട്ടും ഈ ഒരു അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ഈ ഒരു മാമ്പഴം. അപ്പം ഞാനത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അതിലേക്ക് നമ്മൾ ഉലുവയും കടുകും ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഉലുവയും കടുകും ഇതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് പകരം നല്ലെണ്ണ വേണമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇതുപോലെ ചതച്ചിട്ട് ചേർക്കുമ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു ഗ്രേവി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10-20 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര വേണമെങ്കിലും വെളുത്തുള്ളി എടുക്കാം. അച്ചാറിൽ കൂടുതൽ വെളുത്തുള്ളി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതേപോലെ ഇഞ്ചി ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന രീതിക്കൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ 2.5 ടേബിൾ സ്പൂൺ ഉള്ളത് 1 ടേബിൾ സ്പൂൺ നമ്മൾ സാദാ മുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, കൂടുതൽ എരിവ് വേണമെങ്കിൽ. ഇനി നന്നായിട്ട് ഈ പൊടിയുടെ കുത്തുന്ന സ്മെല്ല് മാറുന്ന രീതിക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പൊടികൾക്ക് പകരം നമുക്ക് അച്ചാർ പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ രീതിക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ മുഴുവനായിട്ടും ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് ആക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അച്ചാറാകുമ്പോൾ കൂടുതൽ ഉപ്പിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഞാനിവിടെ ആദ്യം 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ആണ് കേട്ടോ ബാക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ. നല്ല ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാറിലൊക്കെ ചെറുതായിട്ടൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം ശർക്കരയുടെ ചെറിയ പീസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ലാസ്റ്റായിട്ട് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. 1 കപ്പോളാണ് ഞാൻ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മിക്സാക്കിയതിന് ശേഷം. വിനാഗിരിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകും കൂടി പൊടിച്ചിട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടേസ്റ്റായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വിനാഗിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1 കപ്പോളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. അല്ലാതെ ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ അത് അച്ചാറിലെ ചൂടൊക്കെ ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പും കൂടി വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഒരു നല്ലൊരു അടപ്പുള്ള ഭരണിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് അച്ചാർ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങൾ വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. പിന്നെ റമദാൻ ടൈമൊക്കെ അല്ലേ വരുന്നത്, ജീരകക്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി അച്ചാറും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ.